ഹലോ മക്കളെ, മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസത്തിന്റെ ലാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൺവേർഷൻ തന്നെയാണ്, ഗാൽവോമീറ്റർ ടു വോൾട്ട് മീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ എന്താണ് ആക്ച്വലി വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂസ് എന്താണ് അല്ലേ? മക്കളെ, ഗാൽവോമീറ്ററിൻ്റെ യൂസ് എന്തായിരുന്നടാ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. ഗാൽവോമീറ്റർ കൊണ്ടാണെങ്കിൽ ടു മെഷർ പറഞ്ഞ് വെരി സ്മോൾ അല്ലെങ്കിൽ സ്മോൾ വോൾട്ടേജ് ഓർ കറണ്ട്, ചെറിയ വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യാനാണ് നമ്മൾ സാധാരണഗതിയിൽ ഗാൽവോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി വോൾട്ട് മീറ്റർ എന്താണ് യൂസ് ചെയ്യുന്നത്? ടു മെഷർ ലാർജ് വോൾട്ടേജ്. സോ ലാർജ് വോൾട്ടേജ് നമുക്ക് റീഡ് ചെയ്യണം. ആക്ച്വലി നമ്മളെ ഒരു ഗാൽവോമീറ്റർ കൊണ്ടാണെങ്കിൽ സ്മോൾ വോൾട്ടേജ് മാത്രമേ റീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്താണ് പഠിക്കാൻ പോണത് കേട്ടോ. എങ്ങനെയാണ് ഒരു കുഞ്ഞ് ഗാൽവോമീറ്ററിനെ കൊണ്ട് ഉയർന്ന വോൾട്ടേജ് എങ്ങനെയാണ് റീഡ് ചെയ്യിക്കുന്നത്? ഓക്കെ ആണോ? നമുക്ക് ഓൾറെഡി പഠിച്ചതാണ്. ഗാൽവോമീറ്ററിൻ്റെ ആണെങ്കിൽ കോയിലിൻ്റെ റെസിസ്റ്റൻസ് തീരെ ചെറുതാണ്. കണ്ടോ, ഗാൽവോമീറ്ററിൻ്റെ കോയിലിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്? കോയിലിൻ്റെ റെസിസ്റ്റൻസ് ചെറുതാണ്. ഉയർന്ന വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ കണ്ടോ, ഇവിടെ ഉയർന്ന വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ഫ്യൂസ് ആയി പോവും, ഇവിടെ കത്തിപ്പോവും, ഇത് ബേൺ ആയി പോവും. സോ ചെറിയ റെസിസ്റ്റൻസിലേക്കാണെങ്കിൽ ഉയർന്ന വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായി എന്ത് ചെയ്യും? ഇവിടെ കത്തിപ്പോവും. ഉണ്ടോ, ഉയർന്ന കറണ്ട് ഒഴുകാൻ തുടങ്ങും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? അത് കത്തിപ്പോവും. സോ എങ്ങനെയാണ് ഗാൽവോമീറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഉയർന്ന വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യിക്കണം, പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? ഗാൽവോമീറ്റർ കത്തിപ്പോകാൻ പാടില്ല. മനസ്സിലായോ? നമ്മുടെ ഉദ്ദേശം എന്താണ്? ഗാൽവോമീറ്ററിലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഉയർന്ന വോൾട്ടേജ് അപ്ലൈ ചെയ്യണം, പക്ഷേ ഗാൽവോമീറ്റർ കത്തിപ്പോകാൻ പാടില്ല. എങ്ങനെ ചെയ്യും? എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഇതാണ് നമ്മുടെ ഗാൽവോമീറ്റർ. അതിൻ്റെ റെസിസ്റ്റൻസ് G ആണ്. മക്കളെ, ഈ ഗാൽവോമീറ്ററിലേക്ക് നമ്മൾ എന്തിനെ കൊടുക്കാൻ പോവാണ്? ഉയർന്ന വോൾട്ടേജ് കൊടുക്കാൻ പോവാണ്. സാധാരണഗതിയിൽ നമ്മൾ ഉയർന്ന വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങോട്ടേക്ക് ഞാൻ ഉയർന്ന വോൾട്ടേജ് കൊടുക്കാൻ പോവാണ്. V എന്ന ഒരു ഉയർന്ന വോൾട്ടേജ് ഗാൽവോമീറ്റർ ടെർമിനലിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. മനസ്സിലായോ? സോ കറണ്ട് നമുക്ക് ഇങ്ങനെ ഒഴുകി വിടാം. വോൾട്ടേജ് എന്ത് ചെയ്യണം? രണ്ട് ടെർമിനൽസിൻ്റെ ഇടയിലാണ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ, ഒരു ഉയർന്ന വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഉയർന്ന വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പം ഉറപ്പായി എന്ത് ചെയ്യും? ഈ ഉയർന്ന വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയണം? ഗാൽവോമീറ്റർ നശിപ്പിച്ച് കളയണം. ശരിയാണോ? നമ്മൾ പഠിച്ചതാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ റൂൾ, KVL. സോ KVL പഠിച്ചപ്പോൾ നമ്മൾ കേട്ടതാണ്, ഒരു സർക്യൂട്ടിലേക്ക്, ഇതൊരു സർക്യൂട്ടാണ്, ഒരു സിമ്പിൾ സർക്യൂട്ടാണ്, അതിലേക്ക് ഞാൻ വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണ്. സോ എത്ര വോൾട്ടേജ് ആണോ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നത് അത്രയും വോൾട്ടേജും നശിപ്പിക്കണം? സർക്യൂട്ടിലുള്ള എലമെൻറ്റ്സ് നശിപ്പിക്കണം. സോ എത്ര വോൾട്ടേജ് ആണോ ഗിവൺ അത്രയും വോൾട്ടേജ് ഡ്രോപ്പും ചെയ്യണം. The sum of voltage given which is equal to the sum of voltage drop. അതായത് ഇവിടെയാണെങ്കിൽ എത്ര വോൾട്ടേജാണ് കൊടുക്കണേ? നമ്മൾ V എന്ന വോൾട്ടേജ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ V എന്ന വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടത്തെ നശിപ്പിക്കണം? V എന്ന വോൾട്ടേജ് ഗാൽവോമീറ്റർ നശിപ്പിക്കണം. സോ ഗാൽവോമീറ്റർ പറയും, എനിക്ക് അത്രയും റെസിസ്റ്റൻസ് ഇല്ല, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇത്രയും വലിയ വോൾട്ടേജ് നശിപ്പിക്കുന്നത്? അപ്പോൾ എനിക്ക് ഇത്രയും വലിയ വോൾട്ടേജ് നശിപ്പിക്കാൻ കഴിയില്ല, ഉയർന്ന വോൾട്ടേജ് ആണിത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഗാൽവോമീറ്ററെ സഹായിക്കാനായിട്ട് ഇവിടെ ഒരു ഇതിനെ കൊണ്ടുവരും. ഇവിടെയാണെങ്കിൽ ഗാൽവനോമീറ്ററിന് ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് നമ്മൾ ഒരു ഹൈ റെസിസ്റ്റൻസ് ഫിറ്റ് ചെയ്യും. ഉണ്ടോ, ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് ഫിറ്റ് ചെയ്യും. അപ്പോൾ ഗുണം എന്താണ്? അപ്പോൾ ഗാൽവനോമീറ്ററിനെ സഹായിക്കാനായിട്ട് ഒരാളെയും കൂടെ, ഒരു എലമെന്റിനെ കൂടെ കൊണ്ടുവന്നു. അപ്പം ഈ എലമെന്റ് പറയും, ഓക്കെ, നീ ഇത്രയും വോൾട്ടേജ് നശിപ്പിക്കേണ്ട ആവശ്യമില്ല, ഗാൽവനോമീറ്ററെ നീ ഇത്രയും വോൾട്ടേജ് നശിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം കുറച്ച് വോൾട്ടേജ് ഞാൻ നശിപ്പിക്കാം. സോ ഗാൽവോമീറ്ററിൻ്റെ അകത്തോടെ ഒഴുകിപ്പോകുന്ന കറണ്ട് ഞാൻ പറയുകയാണ് IG എന്ന കറണ്ടാണ് ഒഴുകിപ്പോകുന്നത് കരുതിക്കോ. ഗാൽവോമീറ്ററിയുടെ അകത്തോടെ ഒഴുകിപ്പോകുന്ന കറണ്ട് IG ആണ്. സോ സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇതിലൂടെ എല്ലാം ഒഴുകിപ്പോകുന്ന കറണ്ട് എന്തായിരിക്കും? IG ആയിരിക്കും. ശരിയാണോ? ഇത് സീരീസ് ആണ്. കണ്ടോ, കറണ്ട് സെയിം ആണ്. സോ ഇതിലൂടെ എല്ലാം ഒഴുകിപ്പോകുന്ന കറണ്ട് എത്രയായിരിക്കും? IG ആണ്. സോ ഈ റെസിസ്റ്റൻസ് പറയും, ഗാൽവോമീറ്റർ നീ പേടിക്കണ്ട, ഞാൻ വലിയ റെസിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യും. എൻ്റെ വോൾട്ടേജ് ഡ്രോപ്പാണ്, ഇവൻ്റെ വോൾട്ടേജ് ഡ്രോപ്പാണ്, റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പാണ്. ഇതാണ് കടന്നുപോയ കറണ്ട് എത്ര മക്കളെ? IG ആണ്. ഇനിയാണെങ്കിൽ ഇവൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. സോ വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് ദിസ് റെസിസ്റ്റർ, ഹൈ റെസിസ്റ്റർ, വിച്ച് ഈസ് ഈക്വൽ ടു IGR ആണ്. മനസ്സിലായോ?
സോ ഐ ജി കറണ്ട് ആണ്, ആർ റെസിസ്റ്റൻസ് ആണ്. ഐ എന്ന കറണ്ട് ആർ എന്ന റെസിസ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? ഐ ജി ആർ എന്നാണ്, ഐ ഇൻറ്റു ആർ എന്ന, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? ഐ ജി ആണ്. സോ ഐ ജി ആർ എന്ന വോൾട്ടേജ് എന്ത് ചെയ്യും മക്കളെ? നശിച്ചു പോകും. സോ ഈ വോൾട്ടേജ് ആര് നശിപ്പിച്ചു? ഇവൻ നശിപ്പിച്ചു. അപ്പം ഈ വലിയ വോൾട്ടേജിൽ നിന്നും കുറേ ഭാഗം ആര് നശിപ്പിച്ചു? ഇവൻ നശിപ്പിച്ചു. ബാക്കി മാത്രം ആര് നശിപ്പിച്ചാൽ മതി? ഇവൻ നശിപ്പിച്ചാൽ മതി. മനസ്സിലായോ? സോ വലിയ വോൾട്ടേജിന്റെ ഒരു ഭൂരിഭാഗവും ആര് നശിപ്പിച്ചു? ഇവൻ നശിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ബാക്കി എത്രയുണ്ട്? ബാക്കി നിങ്ങൾ പറയും സോ ഗാലനോമീറ്റർ നശിപ്പിക്കുന്ന വോൾട്ടേജ് വി ജി ആണ്. സോ വി ജി വിച്ച് ഈസ് ഈക്വൽ എത്രയാണ്? ഐ ജി ഇൻറ്റു ജി ആണ്. ഐ ജി ഇൻറ്റു ഗാലനോമീറ്റർ റെസിസ്റ്റൻസ് ജി ആണ്. അപ്പം ഇത്രയും മാത്രം ആര് നശിപ്പിച്ചാൽ മതി? നമ്മളുടെ ആ ഗാലനോമീറ്റർ നശിപ്പിച്ചാൽ മതി. പറഞ്ഞ കാര്യം മനസ്സിലായോ? സോ ഗാലനോമീറ്റർ ഇത്രയും വോൾട്ട് നശിപ്പിക്കേണ്ട. ഇപ്പോൾ എന്താ ഗാലനോമീറ്റർ ആണെങ്കിൽ എത്ര വോൾട്ട് നശിപ്പിച്ചാൽ മതി? ആകെ വോൾട്ടേജ് വി എന്നും ആര് കുറഞ്ഞു പോയി? നമ്മളുടെ ഐ ജി ആർ കുറഞ്ഞു പോയി. ബാക്കി എത്ര വരും? ബാക്കി വരുന്നത് ഐ ജി ജി ആണ്. ഇത്രയും ആര് നശിപ്പിച്ചാൽ മതി? ഗാലനോമീറ്റർ നശിപ്പിച്ചാൽ മതി. സോ നേരത്തെ ആണെങ്കിൽ ആരില്ലായിരുന്നു? ഇവൻ ഇല്ലായിരുന്നു. അപ്പം എന്ത് ചെയ്യും? ഗാലനോമീറ്റർ ഇത്രയും നശിപ്പിക്കേണ്ടി വന്നേനെ. ഇപ്പം ഗാലനോമീറ്റർ അത്ര നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഗാലനോമീറ്റർ നശിപ്പിക്കേണ്ട എത്രയാണ്? ഇത്രയും മാത്രം ഗാലനോമീറ്റർ നശിപ്പിച്ചാൽ മതി. നമുക്ക് ഇതിനെയാണെങ്കിൽ വേറെ രീതിയിലും പറയാം. ഇതേ ഇക്വേഷൻ നമുക്ക് വേറെ രീതിയിലും പറയാം, വേറെ സിമ്പിളായിട്ട് പറയാം. ഇപ്പം ഗാലനോമീറ്ററിൽ പറയുകയാണ്, ക്രിച്ച്ഹോഫിന്റെ വോൾട്ടേജ് ലോ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ആകെ കൊടുത്ത വോൾട്ടേജ് എത്രയാണ്? വി ആണ് ആകെ കൊടുത്ത വോൾട്ടേജ്. അങ്ങനെയെങ്കിൽ വി കൊടുത്ത വോൾട്ടേജ് ആണെങ്കിൽ എത്ര വോൾട്ട് നശിപ്പിക്കുന്നത്? എത്ര വോൾട്ടേജാണ് കൊടുക്കുന്നത് അത്രയും വോൾട്ടേജ് നശിപ്പിക്കണം. സോ ഇവിടെ നശിപ്പിച്ച വോൾട്ടേജ് എത്രയാണ്? ഐ ജി ആർ പ്ലസ് ഇവിടെ നശിപ്പിച്ച വോൾട്ടേജ് എത്രയാണ്? ഐ ജി ജി. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ഇവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ സെയിം ആൻസർ കിട്ടും. കണ്ടോ? ഇതെന്താ ഞാൻ പറഞ്ഞു തന്നത്? ഇത് പറഞ്ഞു തന്നത് ഈ ഗാലനോമീറ്റർ പറയുകയാണ് ഞാൻ നശിപ്പിക്കുന്ന വോൾട്ട് എത്രയാണ്? ഐ ജി ജി ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? ആകെ വി നശിപ്പിക്കണമായിരുന്നു, പക്ഷെ ഇവനെ സഹായിച്ച് കുറച്ച് നശിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നശിപ്പിക്കുന്നത് എത്രയാണ്? ആ വിയിൽ നിന്നും എത്ര കുറച്ചാൽ മതി? ഐ ജി ആറ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരുന്നു അത്രയും എനിക്ക് നശിപ്പിച്ചാൽ മതി. മനസ്സിലായോ? സോ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ശരിയാണോ? ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഈ ഐ ജി ആറിനെ വിട്ടിട്ട് എന്ത് ചെയ്യാം? ബാക്കി ഇവിടെ കൊണ്ടുവരാം. വി മൈനസ് ഐ ജി ജി which is equal to IGR. നമുക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ വേണം. നമുക്ക് എന്ത് ചെയ്യാം? ഐ ജി ഇവിടെ കൊണ്ടുവരാം. വി മൈനസ് ഐ ജി ജി ഡിവൈഡ് ബൈ ഐ ജി വിച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. മനസ്സിലായോ? സോ ബേസിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രിച്ച്ഹോഫിൻ്റെ ആണെങ്കിൽ വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യുക. അതായത് എത്ര വോൾട്ടേജ് ആണ് കൊടുത്തത് അത്രയും വോൾട്ടേജ് എന്ത് ചെയ്യണം? നശിപ്പിക്കണം. എത്ര വോൾട്ടേജ് കൊടുക്കുന്നത്? നമ്മൾ വലിയ വോൾട്ടേജ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, വി എന്ന വലിയ വോൾട്ടേജ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത്രയും വലിയ വോൾട്ടേജ് ഡയറക്റ്റ് കൊടുത്താൽ എന്ത് ചെയ്യും? ഗാലനോമീറ്റർ കത്തിപ്പോകും. അങ്ങനെ കത്തിപ്പോയിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ വലിയ വോൾട്ടേജ് കുറച്ച് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു റെസിസ്റ്റർ ഇവിടെ ആഡ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആ കുറച്ച് വോൾട്ടേജ് ഇവൻ റെസിസ്റ്റർ എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. ബാക്കി വോൾട്ടേജ് മാത്രമേ ആർക്ക് കിട്ടുകയുള്ളൂ? ഗാലനോമീറ്ററിന് കിട്ടുകയുള്ളൂ. അങ്ങനെ ഗാലനോമീറ്റർ എന്ത് ചെയ്യും മക്കളെ? സംരക്ഷിക്കപ്പെടും. ഓക്കെ ആണോ? ഇനി നോക്കാം, ഈ എന്താണ് ഈ ടേംസ്? ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമുക്ക് ഈ ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ ടേംസ്? നമുക്ക് ഓരോ ടേംസിന് നോക്കാം. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ട് മീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ദ വോൾട്ടേജ് വി നീഡ് ടു മെഷർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് വോൾട്ട് മീറ്റർ ഓർ the voltage we need to measure. നമുക്ക് അളക്കേണ്ട വോൾട്ടേജ് എത്രയാണ്? അല്ലെങ്കിൽ പറയും വോൾട്ട് മീറ്റർ ഈ സംവിധാനത്തിന് എത്ര വോൾട്ടേജാണ് അളക്കേണ്ടത്? ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് അളക്കേണ്ട മാക്സിമം വോൾട്ടേജ്. ഓക്കെ ആണോ? ഇനി ഐ ജി എന്ന് പറയുന്നത് എന്താണ്? ഗാൽവനോമീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിലൂടെ കടന്നുപോയ കറണ്ട്. സോ എന്താണിത്? full scale deflection of galvanometer, അല്ലെങ്കിൽ കറണ്ട് പാസിംഗ് ത്രൂ ഗാൽവനോമീറ്റർ. സോ ഗാൽവനോമീറ്ററിലൂടെ കടന്നുപോയ കറണ്ട് അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിന്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ജി എന്ന് പറയുന്നത് നമുക്ക് അറിയാം. ജി എന്താണ്? ക്യാപിറ്റൽ ജി എന്താണ്?
റെസിസ്റ്റൻസ് ഓഫ് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ്. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈ റെസിസ്റ്റൻസ് വാല്യൂ കിട്ടും. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. നോക്ക്, ഇനിയാണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറയാൻ പോണത്, ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം ഒരു ഗാൽവനോമീറ്റർ അതിനെ അമ്മീറ്റർ ആക്കണം. എന്ത് ചെയ്യണം? ഒരു ഷണ്ട് റെസിസ്റ്റൻസ്, വളരെ ചെറിയ റെസിസ്റ്റൻസ് ആണ്, അതിൻ്റെ വാല്യൂ വളരെ ചെറുതാണ്. ഒരു ഷണ്ട് റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഇത് ഈ സംവിധാനം ഫുള്ളും എന്തായിട്ട് മാറും? ഈ സംവിധാനം ഫുള്ളും എന്തായിട്ട് മാറും? അമ്മീറ്ററായിട്ട് മാറും. ഓക്കെ ആണോ? ഇനി ഇതുപോലെ ഒരു ഹൈ റെസിസ്റ്റൻസ്, ഇതൊരു ഹൈ റെസിസ്റ്റൻസ് ആണ്, ഇതിൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്. ഇതിനെ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് ബന്ധിപ്പിച്ചാൽ ഈ സംവിധാനം, ഈ സെറ്റപ്പ് എന്തായിട്ട് മാറും? വോൾട്ട് മീറ്റർ ആയിട്ട് മാറും. ഓക്കെ, ഇവിടെയാണെങ്കിൽ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ഇവിടെ ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. മക്കളെ, പാരലൽ കണക്ഷന് ഒരു പ്രത്യേകതയുണ്ട്. പാരലൽ കണക്ഷൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 ഓം ഉണ്ട്. ഇത്രയാണ് 10,000 ഓം. വലിയ ഓമാണ്, ചുമ്മാ വിചാരിച്ചു, വലിയ ഓമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഓം എൻ്റെ കയ്യിലുണ്ട്. ഇനി ഇതിന് പാരലായിട്ട് ഞാൻ ഒരു 1 ഓം ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് പറയാമോ? ഏകദേശം ഒരു ഐഡിയ. മക്കളെ, ഇതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് ഏതാണ്? 1 ആണ്. അതിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ പാരലൽ കണക്ഷൻ ആണെങ്കിൽ 2 റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ റെസിസ്റ്റർ ഏറ്റവും ചെറിയ വാല്യൂ ഉള്ള റെസിസ്റ്ററിനേക്കാളും ചെറുതായിരിക്കും. അതായത് അത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചെറുതാണ്, ഉറപ്പായിട്ടും ആരെക്കാളും 1 ഓമിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ ആണോ? ഈ കാര്യം മനസ്സിലായോ? ശരി. ഇനിയാണെങ്കിൽ ഇത് സീരീസ് കണക്ഷനാണ്. സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ഏതാണ്? ഹൈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. ശരിയാണോ? ആ റെസിസ്റ്റൻസിനേക്കാളും വലുതായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വലുതാണ് ആറിനേക്കാളും. അതായത് ഇവിടെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇവിടെയാണെങ്കിൽ 10,000 ഓം ആണെന്ന് കരുതിക്കും, ഇവിടെ 1 ഓം ആണ് കരുതിക്കും. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 10,001 ആയിരിക്കും. ഉണ്ടോ? വലുതാണ്. ഇതിൻ്റെ എത്രയാണ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ എഴുതിക്കൂ, ഇത് 10,000 ആണ്, വെറുതെ എഴുതിക്കൂ, ഇത് 10,000 ആണ്, അത്രയൊന്നും കാണത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ 1 ഓം ആണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ആ 1 ഓമിനേക്കാളും ചെറുതായിരിക്കും. അങ്ങനെയെങ്കിൽ പറ, അമ്മീറ്ററിൻ്റെ ആണോ വോൾട്ട്മീറ്ററിൻ്റെ ആണോ റെസിസ്റ്റൻസ് വലുത്? അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ കഴിയും, സർ അമ്മീറ്ററിന് നോക്കിക്കഴിഞ്ഞാൽ ഷണ്ട് റെസിസ്റ്റൻസ് തീരെ ചെറുതാണ്. ആ റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും. ആരെന്ന് പറയുന്നത്? അമ്മീറ്റർ റെസിസ്റ്റൻസ്. സോ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് തീരെ ചെറുതാണ്. അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് തീരെ ചെറുതായിരിക്കും. ഇനി വോൾട്ട്മീറ്ററിൻ്റെ ആണെങ്കിലോ, വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? വളരെ വലുതായിരിക്കും. ഈ കാര്യം മനസ്സിലായോ? അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ചെറുതും വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വലുതുമായിരിക്കും. അതുകൊണ്ട് അമ്മീറ്ററുകൾ നമ്മൾ സാധാരണ കണക്ട് ചെയ്യുന്നത് റെസിസ്റ്റൻസ് കുറഞ്ഞ ആളാണ്, വോൾട്ടേജ് ഡ്രോപ്പ് കുറവായിരിക്കും. സോ അമ്മീറ്റർ നമ്മൾ സീരീസ് ആയിട്ടാണ്, ഒരു സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ് ആര് കണക്ട് ചെയ്യുന്നത്? സർക്യൂട്ടുകൾ അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അമ്മീറ്റർ, ഞാൻ കൺവേർഷൻ ഒന്നുമല്ല പറയണത്, അമ്മീറ്റർ എങ്ങനെയാണ് നിങ്ങൾ ലാബിലൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അമ്മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. വോൾട്ട്മീറ്റർ ആണെങ്കിൽ എപ്പോഴും ലാബിലൊക്കെ വോൾട്ടുകളൊക്കെ എങ്ങനെയാണ്? പാരലായിട്ട് കണക്ട് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസിന് ഇത് അഫക്റ്റ് ചെയ്യും. നോക്ക്, ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആണെങ്കിൽ ഇവൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇവൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ ആ സീരീസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ കാര്യമായ വലിയ മാറ്റം ഉണ്ടാകത്തില്ല. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഒരു 0.1 ആണെന്ന് കരുതിക്കോ, ഇതെന്ന് പറഞ്ഞാൽ ഒരു 10 ഓം ആണെന്ന് കരുതിക്കോ. അമ്മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ സർക്യൂട്ടിൻ്റെ വലിയ രീതിയിൽ കാര്യമായ മാറ്റം ഉണ്ടാകുമോ? ഇല്ല. ഇത് ചെയ്യും, അമ്മീറ്ററിൻ്റെ ആകെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സർക്യൂട്ടിൻ്റെ ആകെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയായാലും 10.1 ആയിട്ട് മാറത്തേ ഉള്ളൂ. ഉണ്ടോ? കാര്യമായ വലിയ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. അതുപോലെ വോൾട്ട്മീറ്ററിൻ്റെ കാര്യം, ഫോർ എക്സാമ്പിൾ ഇവിടെയാണെങ്കിൽ ഒരു 10 ഓം ആണ്,
ഇവിടെയാണെങ്കിൽ ഒരു 1000 ഓം ആണ് ഗ്രഹിക്കും. ഇനി പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണ്? വോൾട്ട്മീറ്റർ എപ്പോഴും സർക്യൂട്ടിന് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്നതാണ്, നമ്മുടെ ലാബിലൊക്കെ ആണെങ്കിൽ ഞാൻ കൺവേർഷൻ ഒന്നുമല്ല പറയണത്, വോൾട്ട്മീറ്ററിനെ എങ്ങനെയാണ് സർക്യൂട്ടിന് പാരലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്, സർക്യൂട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, എങ്ങനെ കണക്ട് ചെയ്യുന്നത്? സർക്യൂട്ടിന് പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എന്തിനാണ്? ഇവിടെയാണ് നോക്കി ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ നോക്ക്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെയാണെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ്? 10 ആണ്. സോ 10നേക്കാളും കുറച്ച് കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? 10നേക്കാളും കുറച്ച് കുറവ്. ഫോർ എക്സാമ്പിൾ 9.9 കുറച്ച് കുറവായിരിക്കും വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ. അമ്മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് കൂടുതലായിരിക്കും. അല്ല വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇതിനെ സീരീസ് ആയിട്ട് കണ്ടു നോക്കി. നിങ്ങൾ സീരീസ് ആയിട്ട് കണ്ടു ചെയ്യുന്നെങ്കിൽ ഒരു വോൾട്ട്മീറ്ററിനെ ആണെങ്കിൽ വോൾട്ട്മീറ്ററിനെ സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് ഘടിപ്പിക്കുന്നെങ്കിൽ ആലോചിച്ച് നോക്കേ. ഇവിടെയാണെങ്കിൽ ഓൾറെഡി എന്ത് ചെയ്യും? സർക്യൂട്ടിന് 10 ഓം ഉണ്ടെങ്കിൽ ഇതിനൊരു 1000 ഓം ആണ് ഇരിക്കും. അപ്പം 1010 ഓം ആണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സർക്യൂട്ടിൻ്റെ ആകെ റെസിസ്റ്റൻസ് അങ്ങ് ചേഞ്ച് ചെയ്യും. മനസ്സിലായോ? നമുക്ക് സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ഒന്നും മാറ്റാതെ നമുക്ക് എന്ത് ചെയ്യണം? സർക്യൂട്ടിനെ അനലൈസ് ചെയ്യണം, സർക്യൂട്ടിനെ മനസ്സിലാക്കി എടുക്കണം, സർക്യൂട്ടിൻ്റെ ഓരോ ഭാഗത്തുള്ള വോൾട്ടേജും കറണ്ടുമൊക്കെ മെഷർ ചെയ്യണം. അപ്പോൾ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? തൊടാൻ പാടില്ല. സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്? അപ്പോൾ എങ്ങനെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ എന്ത് ചെയ്യണം? ആ വോൾട്ട്മീറ്ററിനെ പാരലായിട്ട് കണക്ട് ചെയ്യണം, അമ്മീറ്ററിനെ സീരീസ് ആയിട്ടും കണക്ട് ചെയ്യണം. ഓക്കെ ആണോ? കാര്യങ്ങൾ മനസ്സിലായ മക്കളെ? സോ വോൾട്ട്മീറ്ററിനെയും അമ്മീറ്ററിനെയും എങ്ങനെയാണ് നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്തതെന്നും വോൾട്ട്മീറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അമ്മീറ്ററിൽ നിന്നും വോൾട്ട്മീറ്ററിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നും അതുപോലെ ഗാലോമീറ്ററിൽ നിന്ന് എങ്ങനെയാണ് വോൾട്ട്മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്നും അതുപോലെ ഗാലോമീറ്ററിൽ നിന്ന് എങ്ങനെയാണ് അമ്മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കിയെടുത്തു. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വോൾട്ട്മീറ്ററിലേക്കുള്ള കൺവേർഷനും അതുപോലെ അമ്മീറ്ററിലേക്കുള്ള കൺവേർഷനും വളരെ ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. സോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.